പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതിയിൽ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ വീണ്ടും പ്രതി ചേർത്തു. മലപ്പുറത്തും കോഴിക്കോട്ടുമാണ് കേസെടുത്തത്. റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെയും സായിഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിനെയും കണ്ടാണ് പണം നിക്ഷേപിച്ചതെന്ന് പരാതിക്കാർ പറഞ്ഞു. എന്നാൽ തട്ടിപ്പിൽ പങ്കില്ലെന്നും ഉപദേശകനായിരുന്ന കാലത്ത് താൻ തീരുമാനങ്ങളുടെ ഭാഗമായിരുന്നില്ല എന്നും റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പ്രതികരിച്ചു. അനന്തകൃഷ്ണൻ രൂപീകരിച്ച NGO കോൺഫെഡറേഷന്റെ ഉപദേശകനായിരുന്നു വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. ഇദ്ദേഹത്തിനെതിരെയാണ് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തട്ടിപ്പിന് ഇരയായ അങ്ങാടിപ്പുറം KSS എന്ന സംഘടനയുടെ ഭാരവാഹികൾ നൽകിയ പരാതിയിലാണ് പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തത്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെയും ആനന്ദകുമാറിനെയും കണ്ടാണ് പണം നിക്ഷേപിച്ചതെന്ന് മലപ്പുറത്തെ പരാതിക്കാർ. കാരണം ഞങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് ആൾക്കാരുടെ നിന്ന് പിരിച്ചൊരു പൈസ ഉണ്ട്. അതിന് അത് ഞങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലെ ഒരുപാട് NGOs ഉണ്ട്. ആ പൈസ നമുക്ക് എങ്ങനെ തിരിച്ചു കിട്ടണം, അതിനുള്ള മാർഗങ്ങൾ കാണാൻ എന്താണ് വഴിയെന്നേ ഞങ്ങൾ നോക്കണുള്ളൂ. കോഴിക്കോട്ടെ 2 കേസിൽ 3-ാം പ്രതിയാണ് CN രാമചന്ദ്രൻ നായർ. ബാലുശ്ശേരി പോലീസാണ് കേസെടുത്തത്. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച് രാമചന്ദ്രൻ നായർ രംഗത്തെത്തി. ഞാൻ അഡ്വൈസറായിരുന്ന കാലത്തും ഈ കമ്പനിയുടെ NGO ഫെഡറേഷൻ്റെ ഒരു തീരുമാനങ്ങളുടെ ഭാഗമല്ല. അഡ്വൈസ് ചോദിച്ചിട്ടില്ല, കൊടുത്തിട്ടില്ല. എനിക്ക് ഇതിനകത്ത് ചുമതലകളോ യാതൊരു റോളോ ഇല്ല. ഈ തട്ടിപ്പ് കേസുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് ബോധ്യപ്പെടും. കോഴിക്കോട് ജില്ലയിൽ മാത്രം തട്ടിപ്പിനിരയായത് 5526 പേർ. 11 സന്നദ്ധ സംഘടനകളാണ് ആളുകളിൽ നിന്ന് പണം വാങ്ങി കുരുക്കിലായത്. 7000-ലധികം പേരിൽ നിന്നാണ് പകുതി വിലക്ക് സ്കൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ, ടൈലറിംഗ് മെഷീൻ എന്നിവ നൽകാമെന്ന് പറഞ്ഞ് വിവിധ സംഘടനകൾ പണം സമാഹരിച്ചത്. 24 കോഴിക്കോട്.